ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. സാന്ത്വന സാജു വിവരങ്ങളുമായി. സാന്ത്വന, എന്താണിപ്പോൾ പുതിയ മുന്നറിയിപ്പ്? അതിതീവ്ര മഴ തുടരുമെന്നാണോ? സംസ്ഥാനത്ത് നമ്മൾ ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഒരു 2 ദിവസം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർത്തിയിരുന്ന അതേ രീതിയിലുള്ള ജാഗ്രത തുടരണം. കാരണം ഇന്നും അതുപോലെ തന്നെ നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ മുന്നറിയിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ സ്മൃതി, 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ 3 ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ടയിലും കോട്ടയത്തും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ അളവ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ ഈ ഒരു വരുന്ന മണിക്കൂറിൽ എന്തായാലും അവിടെ അതിതീവ്ര മഴ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ജില്ലകളിലൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള ജാഗ്രത എന്തായാലും മുന്നോട്ടേക്ക് വേണം എന്നാണ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള മലയോര മേഖലകളിൽ കൂടി ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മലയോര മേഖലകളിലും കൂടി അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് അലർട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ജില്ലകൾ റെഡ് അലർട്ടിന് പുറമെ തന്നെ സ്മൃതി 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ഈ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാകും ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെടുത്ത് അതിശക്തമായ മഴയും തുടരും. എന്തായാലും പൂർണ്ണമായും തന്നെ ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കുന്നത്. സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.